എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്ക ഏത് നിമിഷവും ഇറാനിൽ കയറി അടിക്കും എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ പോലുള്ള വാർഷിപ്പുകൾ ഒമാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യോമതാവളങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഡൊണാൾഡ് ട്രംപ് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാനെ ആക്രമിക്കണമെങ്കിൽ UAEയും സൗദിയും പോലുള്ള വ്യോമതാവളങ്ങൾ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രസിഡന്റ് തന്നെ, അതായത് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, UAEയുടെ പ്രസിഡന്റ് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ UAEയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളുടെ വ്യോമതാവളങ്ങൾ അമേരിക്കക്ക് തരില്ല ഇറാൻ ആക്രമിക്കാൻ. അപ്പോൾ പെട്ടെന്ന് എന്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, പെട്ടെന്ന് എങ്ങനെയാണ് UAEക്ക് ഇങ്ങനെ ഒരു ധൈര്യം വന്നത്? അമേരിക്കയോട് സാധാരണ ഒരു സമദൂരം പാലിക്കുന്ന ഒരു രാജ്യമാണ് UAE. അത് ഏത് രാജ്യമായാലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമദൂരം പാലിക്കുന്ന ഒരു രാജ്യമാണ് UAE. പക്ഷേ പെട്ടെന്ന് UAE പ്രസിഡന്റ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഒഫീഷ്യലായിട്ട് പറയുന്നു, അമേരിക്കക്ക് ഞങ്ങളുടെ വ്യോമത്താവളങ്ങൾ തുറന്നു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ദിവസമാണ് ഈ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഇന്ത്യയിൽ വരികയും നരേന്ദ്രമോദിയായിട്ട് വെറും 3 മണിക്കൂർ സംസാരിക്കുകയും ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം UAE പ്രസിഡന്റ് സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അമേരിക്കയായിട്ട് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു. സമാനമായ സാഹചര്യം ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് വെച്ചാൽ ബ്രസീലിയൻ പ്രസിഡന്റായ ലുലാഡ സിൽവ. ഈ ലുലാഡ സിൽവ കുറച്ച് ദിവസം മുന്നെയാണ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് 2 ദിവസം അദ്ദേഹം ഇവിടെ താമസിച്ചു. ഇന്ത്യയായിട്ട് ഒരുപാട് ഡീലുകൾ സൈൻ ചെയ്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷവും ഈ ലുലാഡ സിൽവ അമേരിക്കക്കെതിരെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും അമേരിക്ക എതിർക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ബ്രസീലിയൻ പ്രസിഡന്റ് പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ ഇന്ത്യ ഉണ്ട്. അതായത് UAEയുടെ പ്രസിഡന്റിന്റെ മനമാറ്റത്തിനും ഒരു സ്വഭാവമാറ്റത്തിനും ബ്രസീലിയൻ പ്രസിഡന്റിന്റെ സ്വഭാവമാറ്റത്തിനും പിന്നിൽ ഇന്ത്യയാണ് ചാലക ശക്തി എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്ക ഒഫീഷ്യലി വാൺ ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇന്ത്യയെ കണ്ട് അധികം കളിക്കണ്ട. UAEയുടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യയെ കണ്ട് അധികം കളിക്കേണ്ട, പണി പുറകെ വരും എന്നുള്ള ഒരു ടോണിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡൻ്റൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു കരാറ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള യൂണിയനിൽ അണ്ടർപ്പെട്ട 27 രാജ്യങ്ങളും അമേരിക്കയുടെ സംരക്ഷണത്തിനാണ്. അതായത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങൾക്ക് വേണ്ട ചെല്ലും ചെലവും കാശും എല്ലാം തരുന്നത് ഞങ്ങളാണ്, അത് നാറ്റോ ഇല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇല്ല എന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളധികം ഡീലുകളൊക്കെ സൈൻ ചെയ്യുന്ന കൊള്ളാം, പക്ഷേ ഒരു പരിധി വിട്ട് നിങ്ങൾ ഇന്ത്യ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടപെടേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ സാഹചര്യം തന്നെയാണ്, ഇത്തരത്തിലൊരു സെയിം വാണിംഗ് തന്നെയാണ് UAEക്കും കൊടുത്തിരിക്കുന്നത്. അതായത് UAE എന്തെങ്കിലും വഴിവിട്ട് ഇന്ത്യ ആയിട്ട് ഇങ്ങനെ ഡീൽ നടത്തി കഴിഞ്ഞാൽ വിവരം അറിയും. അതായത് പല രീതിയിലുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയുന്നില്ല ഒരു വാണിംഗ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കോൾഡ് വാറിൻ്റെ ഒരു ഇതാണ്, ഒരു ശീതസമരത്തിൻ്റെ ഒരു വക്കിലാണ്. മുമ്പ് റഷ്യയും അമേരിക്കയ്ക്കുള്ളിൽ ഉള്ള പോലെ അത് നേരിട്ട് അറ്റാക്കില്ല. നമുക്കറിയാം ഈ 25% താരിഫും 50% താരിഫൊക്കെ ഈ കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് അമേരിക്ക പറയുന്നിടത്ത് ഇന്ത്യ നിൽക്കണം, എന്നാൽ മാത്രമേ എന്താ പറയേണ്ടത് ഈ താരിഫൊക്കെ ഞങ്ങൾ പിൻവലിക്കുകയുള്ളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അവരുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യയിൽ ഇറക്കണം. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് കണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇറക്കിയിട്ട് വേണം വലിയ വലിയ ഫാർമസി കമ്പനി, അതായത് അത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം വരും, ആ രോഗത്തിനുള്ള മരുന്ന് പോലും അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ചൊറുക്കാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഇന്ത്യയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സമാനമായ രീതിയിൽ, അതായത് ഒരു കാരണവശാലും അമേരിക്കക്ക് വഴങ്ങില്ല എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ, UAE, ഇസ്രയേൽ ഈ 3 രാജ്യങ്ങളും ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു സഖ്യം എന്ന രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവിടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ പാകിസ്ഥാനായാലും തുർക്കി ആയാലും സൗദി ആയാലും അവർ വേറൊരു പാക് നാറ്റോ, അറബ് നാറ്റോ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 രാജ്യങ്ങളും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുപണി ചെയ്യുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഒരു കാരണവശാലും ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരികയും ആണവ ഡീൽ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ UAEയുടെ പ്രസിഡന്റിൻ്റെ സ്വഭാവത്തിൽ പോലും, അത് അമേരിക്കയോടുള്ള ആറ്റിറ്റ്യൂഡിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ശക്തമായ രീതിയിൽ UAEയുടെ പുറകിൽ അണിനിരക്കുന്നു. അപ്പോൾ ഇന്ത്യ കണ്ട് അധികം കളിക്കണ്ട എന്നൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ അമേരിക്കയും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UAE ഏറ്റവും കൂടുതൽ ഗോൾഡ് കൊണ്ടുവരുന്നത് സുഡാനിൽ നിന്നാണ്. ഈ സുഡാനിൽ നിന്ന് അവിടെ ഈ ഗോൾഡ് കുഴിച്ചെടുക്കും, UAE വാങ്ങും. ഈ UAE പ്യൂരിഫൈ ചെയ്ത ഗോൾഡുകളാണ്
ഇന്ത്യ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരുപാട് ഡോളർ റിസർവ് ഉണ്ട്. ഈ ഡോളർ റിസർവിൽ ഇൻവെസ്റ്റ് അധികം ചെയ്യാതെ ഇന്ത്യ ഇപ്പോൾ ഗോൾഡ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയാണ്. ശരിക്കും ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ ഇപ്പം ഗോൾഡിന് വില കൂടാൻ കാരണം തന്നെ അതാണ്. അതായത് ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, ബ്രസീലായാലും UAE ആയാലും ബ്രിക്സിലെ പല രാജ്യങ്ങളായാലും ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇത് ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഗോൾഡുകൾ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ പണി അമേരിക്ക കിട്ടും. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അത് ഇലക്ഷൻ്റെ മിഡ് ടേം ഇലക്ഷൻ്റെ ആ ഒരു സമയത്ത് വരെ, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ടെനറിൻ്റെ ഒരു പകുതി കാലഘട്ടത്തിൽ വരെയെങ്കിലും ഡോളറിൻ്റെ ആ ഒരു സുപ്രീമസി നിലനിർത്തിയേ പറ്റൂ. അപ്പോൾ ഇന്ത്യയുടേതായ രീതിയിൽ, അതായത് ഇന്ത്യ, റഷ്യ, ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഡോളറൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം, ഈ അടുത്ത ബ്രിക്സിൻ്റെ ഇപ്പോൾ അധ്യക്ഷൻ ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് പല കാര്യങ്ങളും ഇപ്പോൾ നടക്കും. അപ്പോൾ ഒരു കോമൺ കറൻസി എന്ന രീതിയിലേക്ക് ഈ അടുത്ത കാലത്തിൽ വലിയ രീതിയിൽ ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പിന്തുടർന്നാണ് ഈ ഗോൾഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഈ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഡോളർ ശരിക്കും പണി ആകാൻ പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, അമേരിക്ക ഉദ്ദേശിച്ച തരത്തിൽ ഒരിക്കലും ഇന്ത്യയെ തളർത്താനും പറ്റിയില്ല. ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള വലിയ ഡീൽ സൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ അമേരിക്ക നമുക്ക് 25%, 50%, 100% ഒക്കെ താരിഫ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം, കഷ്ടം അനുഭവിച്ചേ ഒരു കാര്യം പറയാം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചില മേഖല ഈ താരിഫ് കാരണം അമേരിക്കയിലെ ആ ഒരു ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മേഖലകൾ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. അപ്പോൾ ആ മേഖല നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇപ്പോൾ യൂറോപ്പിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ചെമ്മീനായാലും നമ്മൾ ഈ ചെറിയ ഹാൻഡി ആയിട്ട് ചെയ്തെടുക്കുന്ന ചില ഓർണമെൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സൂറത്തിലും ഗുജറാത്തിലൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് US-ലേക്കാണ്. വലിയ ബിസിനസ്സാണ് അവിടെ ഈ ഡയമണ്ടും ഇങ്ങനെ ഓർണമെൻറ്റ്സും ചെമ്മീൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ തേയിലയും കാര്യങ്ങളൊക്കെ കൂടുതലും US-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ ഒരു സെക്ടറിൽ നമുക്ക് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ഈ കരാർ വരുന്നതോടുകൂടി നമ്മൾ അവിടെ അനുഭവിച്ച ആ ലോസ് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ മാത്രമല്ല, അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിനെക്കാട്ടിയും 15% എക്സ്ട്രാ ലാഭം നമുക്ക് യൂറോപ്പിൽ ട്രേഡ് വഴി കിട്ടും എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വലിയ രീതിയിലുള്ള ഈ താരിഫൊക്കെ ഏർപ്പെടുത്തിയിട്ട് പോലും ഇന്ത്യ വഴങ്ങാതിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട്, ഇന്ത്യയുടെ ആ ട്രാക്കിലോട്ട് UAE വരികയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതായത് UAE ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ണറാണ് അമേരിക്കയുടെ. അതായത് ഇറാൻ ആക്രമിക്കണമെങ്കിൽ എന്തായാലും ആ UAE എയർബേസൊക്കെ കിട്ടിയേ പറ്റൂ. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് UAE പ്രസിഡന്റ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അമേരിക്ക നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നത്, ഞങ്ങളുടെ വ്യോമത്താവളങ്ങൾ തുറന്നു തരാൻ സൗകര്യമില്ല എന്ന്. അതായത് ഇന്ത്യയാണ് അവരുടെ ഊർജ്ജം. എന്താണ് ഇതിനടുത്ത്? ഈ 3 മണിക്കൂർ നരേന്ദ്രമോദിയും ഈ UAE പ്രസിഡന്റും ചർച്ച ചെയ്തതിന് ശേഷം എന്തൊരു എനർജിയാണ്, എന്ത് ധൈര്യമാണ് UAE പ്രസിഡന്റിന് കിട്ടിയെന്നാണ് ഇപ്പോൾ അമേരിക്ക അലട്ടുന്നത്. അതായത് അതിന് പിന്നിൽ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, എന്താണ് ഫ്യൂച്ചറിൽ അവർ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു എത്തും പിടിയില്ല അമേരിക്കക്ക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ജിയോ പൊളിറ്റിക്സ്, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആ ഒരു ജിയോ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും UAE അതിശക്തമായ നടപടി, അതായത് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ചെയ്തു തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് ഗുരുതരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ UAEക്ക് നേരിടേണ്ടി വരും. അതെന്ത് തന്നെയാലും അത് അവർക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് ഇന്ത്യയുടെ കേസ് തന്നെ ഉണ്ടല്ലേ, ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഞങ്ങളുടെ വ്യോമത്താവളങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരാൻ പറ്റില്ല, UAE ഒരുപാട് ഗോൾഡ് ഇന്ത്യക്ക് കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ പക്കൽ എന്തെങ്കിലും ഒരു സാങ്ഷൻ UAEക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ധൈര്യമായ നടപടി അവർ സ്വീകരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം, ഇതിൻ്റെ വരും വരായികൾ എത്രത്തോളം ഉണ്ടാകുന്ന കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.